ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതുപോലെ ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക്, നാളത്തേക്കുള്ള ടെക്നിക്കൽ വ്യൂ ആൻഡ് കുറച്ച് നല്ല സ്റ്റോക്കുകൾ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റിമൈൻഡർ ആൻഡ് റിക്വസ്റ്റ് ഉള്ളത്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങൾ മറന്നു പോകണം, പ്ലീസ് മറക്കല്ലേ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കയറി പറയുന്നത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ഓക്കെ, ലൈക്കും അടിച്ചോളും. റിക്വസ്റ്റാണ്, തള്ളിക്കളയരുത്. പ്ലീസ് ഡു ഇറ്റ് റൈറ്റ് നൗ. താങ്ക് യു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 13,558 44 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 46,253 154 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 30,745 141 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു ക്ലോസിങ് വന്നിട്ടുള്ളത് 13,513 ഐ മീൻ ലാസ്റ്റ് ഡേ ക്ലോസിങ്. ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 13,571. നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഇന്നത്തെ ഡേ ഹൈ 13,597. ഓൾ ടൈം ഹൈ ഹിറ്റാണെന്ന് നിഫ്റ്റി നടത്തിയിട്ടുള്ളത്. ബട്ട് ഡേ ലോ വാസ് 13,472. ആൻഡ് ഇന്ന് ജസ്റ്റ് 44 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,558 ക്ലോസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ഡോജി ക്യാൻഡിലാണ്. 2-3 ദിവസമായിട്ട് ഡോജി തന്നെയാണ്. ഫ്രണ്ട്സ്, നാളെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടി 13,600 ക്രോസ് ചെയ്ത് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 13,700 പ്ലസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഇന്ന് മാർക്കറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്ത പ്രധാന ഘടകങ്ങളിലൊന്ന് ഡെഫിനറ്റ്ലി നമ്മളുടെ പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഡാറ്റ വിച്ച് ഇസ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. ഓക്കെ, ആ ഡാറ്റയും കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിക്ക് നിഫ്റ്റിക്ക് ഓർ മാർക്കറ്റിന് സപ്പോർട്ട് നൽകി. നിഫ്റ്റിയിൽ നിന്ന് പെർഫോം ചെയ്ത സെക്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, എനർജി സെക്ടർ ആൻഡ് PSU ഇവരെല്ലാവരും കുഴപ്പമില്ലാത്തൊരു റാലിയെന്ന് കാഴ്ചവെച്ചു നിഫ്റ്റിയിൽ. ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 141 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണെന്ന് നടത്തിയിട്ടുള്ളത്. 30,745 ക്ലോസ് ചെയ്യായിരുന്നു. ആൻഡ് സപ്പോർട്ട് ഫസ്റ്റ് കാണിക്കുന്നത് 30,620 സെക്കൻഡ് ഈസ് 30,510 അതേസമയം കീ റെസിസ്റ്റൻസ് ലെവൽ 30,840 സെക്കൻഡ് ഈസ് 30,940 ഓപ്ഷൻ ഡാറ്റയിൽ കോളിൻ്റെ മാക്സിമം OI കാണിക്കുന്നത് 13,000 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500 തേർഡ് ഈസ് 14,000 സ്ട്രൈക്കിലുമാണ്. അതേസമയം കോൾ റേറ്റിംഗ് 14,300 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,600 അൺവൈൻഡിങ് കാണാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞത് 14,100 സ്ട്രൈക്കിലാണ്. ആൻഡ് പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ പുട്ടിൻ്റെ മാക്സിമം OI കാണിക്കുന്നത് 13,000 തന്നെയാണ്. സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,200 ആൻഡ് തേർഡ് ഈസ് 12,800. പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നുള്ളത് 13,200 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500 ആൻഡ് തേർഡ് ഈസ് 13,000. അതേസമയം അൺവൈൻഡിങ് കുറച്ച് കാണാൻ കഴിയുന്നുണ്ട് 12,800 ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,100 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. FIs ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ FIസിൻ്റെ ഭാഗത്തു നിന്ന് 2,264 CRൻ്റെ ഒരു പർച്ചേസിങ് നടന്നിട്ടുണ്ട്. അതേസമയം DAസിൻ്റെ ഭാഗത്തു നിന്ന് 1,721 സെൽ ഓഫ്. ഇന്ത്യ വിക്സ് റോസ് ബൈ 3.26% ടുഡേ. 18 നിന്ന് 19 പോയിൻറ്റ് വരെയുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എനിവേ ഇറ്റ്സ് ബിലോ 20 ലെവൽസ്. ആൻഡ് ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്ന 13,200 to 13,750 തന്നെയാണ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അത് ഓപ്ഷൻ ഡാറ്റ പ്രകാരമാണ് ഈ ഒരു കാൽക്കുലേഷൻ. ഇന്നത്തെ സ്റ്റോക്ക് വൈസ് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിയുന്നത് സിപ്ല, കോൾ ഇന്ത്യ, USC, ICIC ബാങ്ക്, ONGC, L&T, ബജാജ് ഫിനാൻസ്. അതേസമയം വീക്ക്നെസ് HDFC ലൈഫ്, HDFC ബാങ്ക്, ബജാജ് ഓട്ടോ, വിപ്രോ, ഹീറോ മോട്ടോകോപ്പ്, ഏഷ്യർ മോട്ടോഴ്സ്, XYZ. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്കുള്ള കുറച്ച് സ്റ്റോക്സ്, ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് വൺ, മദേഴ്സ് സുമി, ബൈ അറ്റ് 157, ടാർഗറ്റ് അബവ് 160. അതേസമയം ഷോർട്ട് സെല്ലിന് 155 നോക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ആക്സിസ് ബാങ്ക്, ബൈ അറ്റ് 622, ടാർഗറ്റ് അബവ് 634 ആൻഡ് 155 ഷോർട്ട് എടുക്കാവുന്നതാണ്. നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇൻ.
നെക്സ്റ്റ് ഈസ് ഗ്ലെൻമാർക്ക്. 530 മീതെ ബൈ എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഈസ് 538. ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ 525 താഴെ ഷോർട്ട് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് LIC ഹൗസിംഗ് ഫിനാൻസ്. ബൈ അബൌട്ട് 365. ടാർഗറ്റ് ഈസ് 373. ആൻഡ് യു ക്യാൻ ഷോർട്ട് ആൾസോ. 360 ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സിപ്ല. ബൈ അബൌട്ട് 791. ടാർഗറ്റ് 802. You can short at 783. Target up to you. Next is ICICI Bank. Buy above 527. Target is 538. Short എടുക്കാൻ പറ്റിയത് 521 ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ശ്രീറാം ട്രാൻസ്പോർട്ട്സ്. ബൈ അബൌട്ട് 1072. ടാർഗറ്റ് 1094. ആൻഡ് 1068 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. നെക്സ്റ്റ് ഈസ് ഗോദ്രേജ് ഇന്ത്യ. ബൈ അബവ് 454. ടാർഗറ്റ് ഈസ് 460. അതേസമയം 438 ബിലോ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ദ സ്റ്റോക്ക്. ഫ്രണ്ട്സ്, ഇത്ര മാത്രം. ആൻഡ് ബർഗർ കിങ്ങിൻ്റെ IPO ആർക്കെല്ലാം അടിച്ചു? എന്തായാലും അടിച്ചവർ ഭാഗ്യവന്മാരാണ്. നല്ലൊരു ലോട്ടറി തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. എനിവേ, അടുത്ത് നോക്കാം. അത്രമാത്രം. ഇതല്ലെങ്കിൽ വേറെ. ആൻഡ് ഫ്രണ്ട്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് പിന്നെ മെറ്റലും ഓക്കെ, ഇവർ രണ്ടുപേരും നല്ലൊരു പെർഫോമൻസാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ കാരണം ക്രൂഡ് ഈസ് അപ്പ്. പ്രീ കോവിഡ് ലെവലിലേക്ക് ക്രൂഡിൻ്റെ പ്രൈസ് ഉയർന്നു. അത് തന്നെയാണ് ഒരു റാലിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസും അപ്പാണ്, ലൈക്ക് ലോജിസ്റ്റിക്, ഓക്കെ, പോർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, അതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളും. എക്സാമ്പിൾ ONGC, NTPC, റിലയൻസ്, കോൾ ഇന്ത്യ, ഓക്കെ, അങ്ങനെയുള്ള അദാനി പോർട്ട്, അദാനി ഗ്രീൻ, ഇവരെല്ലാവരും. സോ എപ്പോഴാണ് ചാൻസ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് കീശയിലാക്കുക. ഇത്രമാത്രം ഫ്രണ്ട്സ്. This is all my personal views. Don't follow it blindly. Please consult a financial advisor before you enter the market or trade. That is always better for you. And don't forget to subscribe my channel. Hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting. Happy trading. Take care. Good night.